ന്യൂസ് 16 കേരള. കുവൈത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ആയുധ നിയമത്തിൽ വൻ മാറ്റങ്ങൾ. നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷനാണോ? ഭാരം കൂടിപ്പോയി, റീപാക്കിംഗ്? എന്നാ ഇനി ടെൻഷൻ വേണ്ട. നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. എയർ ആൻഡ് സീ കാർഗോ, കൊറിയർ സർവീസ്, റോഡ് ഫ്ലൈറ്റിംഗ്. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. അപ്പോൾ ഇനി ടെൻഷൻ വേണ്ട. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. കുവൈത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ആയുധ നിയമത്തിൽ വൻ മാറ്റങ്ങൾ വരുത്തി അധികൃതർ. തെരുവ് ഗുണ്ടായിസങ്ങൾ ചെറുക്കുന്നതിനായി മാരകായുധങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചാണ് നിലവിലുള്ള ആയുധ നിയമം പുതുക്കിയത്. എല്ലാത്തരം ആയുധങ്ങളുടെയും ഉടമസ്ഥാവകാശം, ലൈസൻസ് നൽകാനും നിയന്ത്രിക്കാനും പ്രത്യേകം അധികാരം എന്നിവ അധികാരികൾക്ക് നൽകുന്നതാണ് പുതിയ നിയമം. ഇതുകൂടാതെ നിയമവിരുദ്ധമായി ആയുധങ്ങൾ കൈവശം വെക്കുന്നവരെ ജയിലിൽ അടക്കാനും വ്യവസ്ഥയുണ്ട്. ബ്ലേഡുകളും എയർ ഗണ്ണുകളും പരസ്യമായി പ്രദർശിപ്പിച്ച് പൊതുജനങ്ങളെ ആക്രമിക്കുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിലുള്ള ആശങ്കയെ തുടർന്നാണ് ഈ നീക്കം. ഇത്തരം ആയുധങ്ങളുടെ വ്യാപകമായ ദുരുപയോഗം പൊതുസുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയായി മാറിയിരിക്കുന്നു എന്ന് സർക്കാർ വിശദീകരണ കുറിപ്പിൽ പറയുന്നു. ഇത് അടിയന്തര നിയമപരമായ ഇടപെടൽ ആവശ്യമാക്കി. 1991 ഡിഗ്രി നിയമം നമ്പർ 13 30 വർഷത്തിലേറെയായി നിലവിലുണ്ടെങ്കിലും സുരക്ഷാ സാഹചര്യം ഗണ്യമായി മാറിയെന്നും ശക്തമായ നിയമ നടപടികൾ ആവശ്യമാണെന്നും അധികൃതർ വ്യക്തമാക്കി. നിയമത്തിലെ പ്രധാന മാറ്റങ്ങൾ: ഇനി മുതൽ ആഭ്യന്തരമന്ത്രിയുടെയോ അദ്ദേഹം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്റെയോ ലൈസൻസ് ഇല്ലാതെ ഒരായുധവും വെടിക്കോപ്പുകളും കൈവശം വെക്കാനോ വാങ്ങാനോ പാടില്ല. കാരണങ്ങൾ വിശദീകരിക്കാതെ തന്നെ ലൈസൻസുകൾ നിരസിക്കാനോ റദ്ദാക്കാനോ പരിഷ്കരിക്കാനോ അധികാരികൾക്ക് പൂർണ്ണ അവകാശമുണ്ട്. വ്യക്തിപരമായോ തൊഴിൽപരമായോ വ്യക്തമായ കാരണങ്ങളില്ലാതെ മാരകായുധങ്ങളോ എയർ ഗണ്ണുകളോ പൊതുസ്ഥലങ്ങളിൽ കൊണ്ടു നടക്കുന്നത് പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. വലിയ ആയുധങ്ങളായ പീരങ്കികൾ, മെഷീൻ ഗണ്ണുകൾ, സൈലൻസറുകൾ എന്നിവ ഒരു കാരണവശാലും കൈവശം വെക്കാൻ പാടില്ല. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.